വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിന് ഇന്ന് ബലം വരുത്തക്കന്നലിൽ, ധൈര്യം പ്രാപിക്കത്തക്കന്നലിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ ആഴമായി വിശ്വസിക്കത്തക്കന്നലിൽ ഹൃദയം തുറക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 33 സങ്കീർത്തനം 9 വാക്യം, അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തോട് ആഴമായി ഇടപെടുന്ന ഒരു ദിവസമാണ്. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ദൈവം അരുളി ചെയ്തു, അതങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു മാറ്റമില്ല. കർത്താവ് അരുളി ചെയ്തത് എന്താണോ അത് തന്നെ, അതിനൊരു വ്യത്യാസമില്ല. വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അത് ജീവിതത്തിൻ്റെ മേഖലകളിൽ സംഭവിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുക. ഇന്ന് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ വിലയേറിയ ദൂതിത, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമിതാ. ദൈവം അരുളി ചെയ്തതേ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. കർത്താവ് എന്താണോ അരുളി ചെയ്തത് അത് തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് ഹൃദയത്തിൻ്റെ തലങ്ങളിൽ ആഴമായി ഈ ദൂത് പകരുക. ദൈവം ഇനി അരുളി ചെയ്യാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്, ദൈവം ഇനി കൽപ്പിക്കുമെന്നല്ല പറഞ്ഞത്, ദൈവം അരുളി ചെയ്ത് കഴിഞ്ഞിരിക്കുകയല്ലേ. അതല്ലേ യാഥാർത്ഥ്യം. എൻ്റെ വിഷയത്തിൽ ആകുലതകൾ വേണ്ട, എൻ്റെ ജീവിതത്തിൽ ജീവിതഭാരങ്ങൾ വേണ്ട. കാരണം എൻ്റെ വിഷയത്തെക്കുറിച്ച് എൻ്റെ കർത്താവ് അരുളി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സംഭവിക്കേണ്ടതാ, ഇനി നിവൃത്തിയാകേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ പൈതലേ, വാചനത്തിൻ്റെ ദൂത് ഹൃദയത്തിൻ്റെ തലങ്ങളിൽ പരിശുദ്ധാത്മാവ് ആഴമായി ഈ മർമ്മം പകരുക. ദൈവം അരുളി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തിന് ഭാരപ്പെടണം, എന്തിന് ആകുലപ്പെടണം? ദൈവം അരുളി ചെയ്ത് കഴിഞ്ഞിരിക്കുകയല്ലേ. ജോലിയെക്കുറിച്ച് കർത്താവ് സംസാരിച്ചു കഴിഞ്ഞില്ലേ? ആ തലമുറയുടെ ഭാവിയെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയല്ലേ? ബിസിനസ്സിനെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ദൈവം എന്ത് പറഞ്ഞു? കർത്താവ് അരുളി ചെയ്ത് കഴിഞ്ഞിരിക്കുക, കർത്താവ് കൽപ്പിച്ച് കഴിഞ്ഞിരിക്കുക. അതങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിൻ്റെ പൈതലേ, മറിച്ചൊന്ന് ജീവിതത്തിൽ നടക്കത്തില്ല. ദൈവം എന്താണോ കൽപ്പിച്ചത്, ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിച്ച ദൂതുകളുടെ ആഴങ്ങൾ എന്താണോ അത് തന്നെ ജീവിതത്തിൻ്റെ കൂടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ശക്തിയോടെ വെളിപ്പെട്ട് വന്നിരിക്കും. സംഭവിക്കാൻ പോവുക, അടുത്തത് സംഭവിക്കാൻ പോവുക. ദൈവത്തിൻ്റെ പൈതലേ, അടുത്ത വാഗ്ദത്തങ്ങൾ ദൈവം സ്ഥാപിക്കുന്നത് പോലെ ജീവിത സാഹചര്യങ്ങളെ തിരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തിയെ സ്വർഗം വേഗത്തിൽ കൈമാറുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. പാഴായ ഭൂമിയുടെ മേൽ, ശൂന്യമായിരിക്കുന്ന ഭൂമിയുടെ മേൽ കർത്താവൊന്ന് കൽപ്പിച്ചു. ദൈവം അരുളി ചെയ്തു, ദൈവം കൽപ്പിച്ചു, അതങ്ങനെ സംഭവിച്ചില്ലേ? അതങ്ങനെ സംഭവിച്ചില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, വിലയേറിയ ഈ ശബ്ദം ഏറ്റെടുക്കട്ടെ. ദൈവം അരുളി ചെയ്ത് കഴിഞ്ഞിരിക്കുക. അടുത്ത് വെളിപ്പെടേണ്ടത് അത് സംഭവിക്കും. ഒന്ന് നടന്നു കഴിഞ്ഞിരിക്കുക. ദൈവം പറയേണ്ട വിഷയമായിരുന്നു, ദൈവം കൽപ്പിക്കേണ്ട വിഷയമായിരുന്നു, അത് അങ്ങനെ സംഭവിച്ചു. എന്നാൽ നിശ്ചയവ അടുത്തത് നിവൃത്തിയാകുന്നത് അതങ്ങനെ തന്നെ സംഭവിക്കും, അതങ്ങനെ തന്നെ കാണും. ദൈവത്തിൻ്റെ പൈതലേ, എത്രയോ ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞത്, ദൈവം കൽപ്പിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചു. ദാവീദിനെ രാജാവാക്കുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്, അതങ്ങനെ തന്നെ സംഭവിച്ചു.
യോസഫിൻ്റെ മേൽ യോസഫ് അധിപതിയാകുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദർശനം അതുപോലെ തന്നെ സംഭവിച്ചു. ദൈവത്തിൻ്റെ വൈദ്യലെ എല്ലാ ഭക്തന്മാരുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് കൽപ്പിച്ചോ, ദൈവം എന്ത് അരുളി ചെയ്തോ, അതങ്ങനെ സംഭവിച്ചു. ഇന്ന് വചനത്തിൻ്റെ ദൂത് വിശ്വസിക്കട്ടെ, ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുക്കട്ടെ. എൻ്റെ ദൈവം അരുളി ചെയ്ത് കഴിഞ്ഞിരിക്കുക, എൻ്റെ ദൈവം കൽപ്പിച്ച് കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഞാൻ ധൈര്യപ്പെടും, അതുകൊണ്ട് ഞാൻ ബലപ്പെടും. എൻ്റെ ജീവിതത്തിൽ കർത്താവ് കൽപ്പിച്ചത് അത് ഞാൻ കാണും, അത് ഞാൻ കാണും. അങ്ങനെ തന്നെ ഹൃദയം തിരിക്കട്ടെ, വിശ്വാസത്തിൽ ഉറയ്ക്കട്ടെ. ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. കർത്താവ് സഹായിക്കും, ദൈവം ക്രമീകരിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അത്ഭുതത്തിൻ്റെ ദിവസമാക്കി, വിടുതൻ്റെ ദിവസമാക്കി, ജനത്തിനുമേൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരുന്ന ദിവസമാക്കി തീർക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം വിടുതലായി തീരണം, ചൈതന്യമായി തീരണം. വചനത്തിൻ്റെ ശക്തി കർത്താവെ പല കൂടാരങ്ങളിൽ ഇപ്പോൾ പരിശുദ്ധാത്മ പകരുവാൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഓർക്കുന്നു. കർത്താവിൻ്റെ കരം തൊടട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവിക വിടുതൽ അനുഭവിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.